നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് നഗരമധ്യത്തിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതിനെ തുടർന്ന് യാത്രക്കാരുൾപ്പെടെ ദുരിതത്തിൽ. നടപടി ആവശ്യപ്പെട്ട് BJP നഗരസഭാ കൗൺസിലർമാർ ധർണാ സമരം നടത്തി. കാഞ്ഞങ്ങാട്ടെ DYFI പ്രതീകാത്മക വായനശാലയിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു. നഗരസഭ നടപടി സ്വീകരിച്ചില്ലെന്നാരോപിച്ച് സമീപത്തായി ഷെഡ് സ്ഥാപിച്ച് യൂത്ത് കോൺഗ്രസ്. നഴ്സുമാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്ന ആവശ്യം. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100ാം വാർഷിക മഹാസമ്മേളനം. ചെർക്കളയിൽ ആശയ വിശദീകരണ സമ്മേളനം നടത്തും. ക്രൈസ്റ്റ് ട്രോഫിക്കായുള്ള അഖില കേരള ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ജനുവരി 5-6 തീയതികളിൽ കാഞ്ഞങ്ങാട്ട്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. KRDSA ജില്ലാ സമ്മേളനം നടന്നു. പ്രശസ്ത സാഹിത്യകാരൻ PV ഷാജികുമാർ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നഗരമധ്യത്തിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതിൽ നടപടി സ്വീകരിക്കാത്തതിനെതിരെ BJP നഗരസഭാ കൗൺസിലർമാർ രംഗത്ത്. മലിനജലം യാത്രക്കാർക്കുൾപ്പെടെ ദുരിതമായി മാറിയ സാഹചര്യത്തിൽ അടിയന്തര പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് BJP കൗൺസിലർമാർ ധർണാ സമരം നടത്തി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്തെ ഓട്ടോറിക്ഷ, ടാക്സി സ്റ്റാൻഡ് പരിസരങ്ങളിലാണ് മലിനജലം തളം കെട്ടിക്കിടക്കുന്നത്. ദേശീയപാത നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പഴയ ഓവുചാൽ പൊളിച്ചു മാറ്റിയപ്പോൾ നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മലിനജലം ഒഴുക്കിവിടാൻ സ്ഥലമില്ലാതെ വന്നു. ഇതോടെയാണ് മലിനജലം പുറത്തേക്കൊഴുകി തളം കെട്ടി നിൽക്കുവാൻ തുടങ്ങിയത്. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ കക്കൂസ് മാലിന്യങ്ങളും മലിനജലവും സംഭരിക്കാൻ പുതുതായി നിർമ്മിച്ച ടാങ്ക് ആഴ്ചക്കുള്ളിൽ തന്നെ നിറഞ്ഞു കവിഞ്ഞതും സ്ഥിതി കൂടുതൽ ദയനീയമാക്കി. വിഷയം വ്യാപാരികൾക്കും ഓട്ടോറിക്ഷ, ടാക്സി ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും ദുരിതമായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് BJP നഗരസഭാ കൗൺസിലർമാർ ധർണാ സമരം നടത്തി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് P. രമേശ് സമരം ഉദ്ഘാടനം ചെയ്തു. വാടക കെട്ടിടത്തിന്റെ ഉടമസ്ഥനായ മുനിസിപ്പാലിറ്റി, ആ നഗരസഭ മതിയായ മലിനജല നിർഗമന സൗകര്യം ഏർപ്പെടുത്തേണ്ടതുണ്ട്. അത് നഗരസഭ ചെയ്തിട്ടില്ല. അപ്പൊ നഗരസഭയിലെ ഇത്തരത്തിലൊരു പ്രശ്നം വരുമ്പോ ആദ്യം പ്രതികരിക്കേണ്ടവര് ഹോട്ടൽ ഉടമകളാ. നിങ്ങൾ ഞങ്ങൾക്ക് ലൈസൻസ് തന്നിട്ടുണ്ടല്ലോ, തന്നിട്ടുണ്ടെങ്കിൽ കെട്ടിട ഉടമകള് നിങ്ങൾ തന്നെയാണല്ലോ. ഉടമസ്ഥൻ എന്താ ചെയ്യേണ്ടത്? മലിനജലം ഒഴുകി പോകുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഹോട്ടലുകാരുടെ ഭാഗത്ത് നിന്ന് അവര് മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെടേണ്ടത് അതാണ്. പകരം നാട്ടുകാരോടല്ല ആവശ്യപ്പെടേണ്ടത്. നിങ്ങൾ പോയി മുനിസിപ്പാലിറ്റിയെ സമീപിക്കൂ എന്ന് പറയുന്നത് ആ മറുപടി ധിക്കാരപരമായ മറുപടിയാ. സവിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പവിത്ര, വീണ അരുൺ, ഹേമലത, രജനി എന്നിവർ സംസാരിച്ചു. ഉമാ കടപ്പുറം സ്വാഗതവും വരപ്രസാദ് കോട്ടക്കണി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് നഗരമധ്യത്തിലെ റോഡരികിൽ DYFI പ്രതീകാത്മക വായനശാല നിർമ്മിച്ചത് വിവാദമാകുന്നു. മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിന് മുന്നിലെ സംസ്ഥാന പാതയിൽ DYFI ബ്ലോക്ക് കമ്മിറ്റിയാണ് ജനകീയ വായനശാല എന്ന പേരിൽ നിർമ്മാണം നടത്തിയത്. ഈ മാസം 20-ന് നടക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചാരണത്തിനായാണ് കാഞ്ഞങ്ങാട് നഗരമധ്യത്തിലെ റോഡരികിൽ DYFI വായനാശാല മാതൃക ഒരുക്കിയത്. 4 മീറ്റർ വീതിയും അതിലേറെ നീളവുമുള്ള നിർമ്മിതിയിൽ ഒരു മുറി ഉൾപ്പെടെ 2 ഭാഗങ്ങളാണുള്ളത്. പുറത്ത് 3 മനുഷ്യരൂപങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ഓടുകൊണ്ടുള്ള മേൽക്കൂരയും അലുമിനിയം പാളികൊണ്ടുള്ള ഭിത്തിയുമാണ്. ഇതിനകത്ത് മരബെഞ്ചുകളും വെച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നഗരസഭാ പ്രദേശത്ത് പൊതുസ്ഥലങ്ങളിലും ദേശീയപാതയോരങ്ങളിലും മറ്റും സ്ഥാപിക്കപ്പെടുന്ന മുഴുവൻ അനധികൃത പരസ്യ ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്യണമെന്ന നഗരസഭയുടെ ഉത്തരവ് നിലനിൽക്കെ നിയമം ലംഘിച്ചാണ് DYFI നിർമ്മിതി നടത്തിയതെന്ന ആരോപണം ശക്തമാണ്. റോഡരികിൽ പ്രചാരണ സംവിധാനം നിർമ്മിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ ഇവിടുത്തെ കളക്ടർക്കും ഇവിടുത്തെ നഗരസഭാധികൃതർക്കുമൊക്കെ പലതവണ പരാതി കൊടുത്തിട്ടും അവരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ നിയമം എല്ലാവർക്കും ബാധകമാണ് എന്നുള്ള ലക്ഷ്യത്തോടുകൂടി യൂത്ത് കോൺഗ്രസ് ഈ ഒരു മുറിയിൽ ഇവിടെ കെട്ടി ഇതിൻ്റെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്.
നഗരസഭയ്ക്ക് അപേക്ഷ നൽകിയ ശേഷം ഗതാഗതക്കുരുക്കുണ്ടാകാത്ത രൂപത്തിലാണ് പ്രചാരണ സംവിധാനം ഒരുക്കിയതെന്നാണ് ഡിവൈഎഫ്ഐയുടെ വിശദീകരണം. ഇതിനിടെ ഡിവൈഎഫ്ഐയുടെ നിർമ്മിതിക്കെതിരെ നടപടിയെടുക്കാത്ത നഗരസഭ നിലപാടിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നഗരമധ്യത്തിൽ റോഡരികിൽ തന്നെ ഷെഡ് ഉയർത്തി. ഇതോടെ കാഞ്ഞങ്ങാട്ടെ വിഷയത്തിൽ രാഷ്ട്രീയ പോര് കൂടുതൽ ശക്തമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ KGNAയുടെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തി. നഴ്സുമാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് മുന്നോടിയായാണ് മാർച്ച് നടത്തിയത്. കാസർഗോഡ് സംഘടിപ്പിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് ജില്ലാ കേന്ദ്രമായ കളക്ടറേറ്റിന് മുന്നിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിൽ പല സന്ദർഭങ്ങളിലായി അധികാരത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ ഗവൺമെന്റുകൾ നൽകിയിട്ടുള്ള ജനപക്ഷ വികസനത്തിന്റെ സമീപനമാണ്. വികസനത്തെ സംബന്ധിച്ച വ്യക്തവും വ്യതിരിക്തവുമായ ഒരു ബദൽ കാഴ്ചപ്പാട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഉണ്ടായത് കൊണ്ടാണ് വലിയ സമ്പത്തുൽപാദനമില്ലാതെ തന്നെ ഇന്ത്യയിലെയും ലോകത്തിലെയും ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് കേരളത്തെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇതുപോലെ ഒരു വികസന കാഴ്ചപ്പാടും ഇതുപോലെ ഒരു വികസന രാഷ്ട്രീയവും ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യയിലെ തന്നെ മറ്റു സംസ്ഥാനങ്ങൾ ഇപ്പോഴും വലിയ പരാധീനതകളും വലിയ പ്രാരാബ്ധങ്ങളുമുള്ള സംസ്ഥാനങ്ങളായിട്ട് അവിടുത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതം. ജില്ലാ പ്രസിഡന്റ് അഫ്സദ് B അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അനീഷ് PV സ്വാഗതവും ജലജ KK നന്ദിയും അർപ്പിച്ച് സംസാരിച്ചു. KGNA സംസ്ഥാന കമ്മിറ്റി അംഗം PV പവിത്രൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. A ഷീജ, നിമേഷ് ബാബു, KV പ്രസീന എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 2026 ആഘോഷിക്കുന്ന 100ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഭാഗമായി ചെർക്കളയിൽ ആശയ വിശദീകരണ സമ്മേളനം നടത്തും. സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി 12 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ചെർക്കളയിൽ 100ാം വാർഷിക ആശയ വിശദീകരണ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ജില്ലാ പ്രസിഡന്റ് സയ്യിദ് MS തങ്ങൾ മദനി ഓലമുണ്ട നായകനും CM അബ്ദുൽ ഖാദർ ഹാജി ചെർക്കള ഉപനായകനും റഷീദ് ബെളിഞ്ചൻ ഡയറക്ടറും മൊയ്തു മൗലവി ചെർക്കള കോർഡിനേറ്ററുമായ സമസ്ത സന്ദേശയാത്ര ജനുവരി 5 മുതൽ 10 വരെ ജില്ലയിലെ 39 റേഞ്ചുകളിൽ പര്യടനം നടത്തും. 100ാം വാർഷിക സന്ദേശം വിളിച്ചോതുന്ന 100 വാഹനങ്ങൾ യാത്രയിൽ മുഴുവൻ സമയവും അനുഗമിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ 39 റേഞ്ചുകളുടെയും ഓരോ റേഞ്ചിൽ ഒരു പോയിന്റ് വീതം ഒരു കേന്ദ്രം വെച്ചിട്ടാണ് സന്ദേശയാത്ര പോകുന്നത്. മാത്രമല്ല സന്ദേശയാത്രയിൽ 100ാം വാർഷികത്തെ സൂചിപ്പിക്കുന്ന 100 വാഹനങ്ങൾ അകമ്പടി ഉണ്ടാകും. 100 വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ട് നടക്കുന്ന സന്ദേശയാത്ര 5 ദിവസം 5ാം തീയതി മുതൽ 10ാം തീയതി വരെ ജില്ലയിൽ മുഴുവനും 39 റേഞ്ചുകളിലായി പര്യടനം നടത്തും. അത് കഴിഞ്ഞിട്ട് 12ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ചെറുക്കളയിൽ വെച്ചിട്ടാണ് സമ്മേളനം നടക്കാൻ വേണ്ടി പോകുന്നത്. 100ാം വാർഷിക ആശയ വിശദീകരണ സമ്മേളനം. അത് 5 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 10:30 മണി വരെ സമസ്തയുടെ മുഴുവൻ പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ്. ജില്ലാ പ്രസിഡന്റ് MS തങ്ങൾ മദനി ഓലമുണ്ട, ജനറൽ സെക്രട്ടറി റഷീദ് വെളിഞ്ചം, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KB കുട്ടിഹാജി കാഞ്ഞങ്ങാട്, വർക്കിംഗ് സെക്രട്ടറി മൊയ്തീൻ മാസ്റ്റർ കമ്പല്ലൂർ, സ്വാഗത സംഘം വർക്കിംഗ് കൺവീനർ മൊയ്തു മൗലവി ചെർക്കള, ഗോവ അബ്ദുള്ള ഹാജി, CH മുഹമ്മദ് ഹാജി വടക്കേക്കര, ടൈഗർ സമീർ ബേക്കൽ, മയൂര അബ്ദുള്ള ഹാജി, KK അബ്ദുള്ള ഹാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എടനീർ സ്വാമിജീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ NSS സപ്തദിന സഹവാസ ക്യാമ്പിന് സമാപനം. ചേടിക്കാന AJB സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചേടിക്കാനയ്ക്ക് പുതുവർഷ സമ്മാനമായി സ്നേഹാരാമം നൽകിയാണ് ക്യാമ്പ് സമാപിച്ചത്. ക്യാമ്പ് നടന്ന ചേടിക്കാന AJB സ്കൂളിന് മുൻവശത്തായി നിൽക്കുന്ന ദേവദാരു വൃക്ഷത്തിനരികിലായി 1 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് സ്നേഹാരാമം വഴിയോര വിശ്രമ കേന്ദ്രം ഒരുക്കിയത്. ഊഷ്മളമായ ചടങ്ങിൽ സ്നേഹാരാമം ബദിയടുക്ക് ഗ്രാമപഞ്ചായത്തിന് സമർപ്പിച്ചു.
ചെങ്കള ബദിയടുക്ക പഞ്ചായത്ത് സ്നേഹാരാമം പദ്ധതി കോർഡിനേറ്റർ ശ്രീജയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട ക്യാമ്പ് ലീഡർമാരായ ശ്രദ്ധ, വൈശാഖ്, അനില, അക്ഷത്, നിയ, ശിവദ തുടങ്ങിയവരാണ് സ്നേഹാരാമം ഡിസൈൻ ചെയ്തത്. മുള, കവുങ്ങ്, തെങ്ങോല, മുളി, തെങ്ങ്, മരത്തടി തുടങ്ങിയവ ഉപയോഗിച്ച് പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായാണ് സ്നേഹാരാമം നിർമ്മിച്ചത്. പഞ്ചായത്ത് കിണറും കുഴൽക്കിണറും കോർത്തിണക്കിയാണ് വഴിയോര വിശ്രമ കേന്ദ്രം ഒരുക്കിയത്. ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശാന്ത, ജനപ്രതിനിധികൾ, PTA പ്രസിഡന്റ് ഇബ്രാഹിം മൗലവി തുടങ്ങിയവർ NSS വിദ്യാർത്ഥികൾ ഒരുക്കിയ വിശ്രമ കേന്ദ്രം സന്ദർശിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ സ്വന്തം അനുഭവക്കുറിപ്പുകൾ കോർത്തിണക്കി മനുഷ്യപുസ്തകം തയ്യാറാക്കി. അഗ്നിസുരക്ഷാ ബോധവൽക്കരണം, ലഹരി വിരുദ്ധ ബോധവൽക്കരണം, പോൾ ബ്ലഡ് രജിസ്റ്റർ, നാട്ടുപെരുമ, ഒപ്പം, തൊഴിൽ പരിചയം, തുണി പേപ്പർ ബാഗ് നിർമ്മാണം, സ്നേഹ സന്ദർശനം, ലഹരി വിരുദ്ധ സന്ദേശ ഫ്ലാഷ് മോബ്, ഗ്രീൻ ക്യാൻവാസ്, പിറ്റ്, അടുക്കളത്തോട്ടം നിർമ്മാണം തുടങ്ങിയ പരിപാടികളും നടന്നു. സമാപന യോഗത്തിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബേബി സവിത സ്നേഹാരാമം വിശ്രമ കേന്ദ്രം സംരക്ഷണത്തിനായി പൂർവ്വ വിദ്യാർത്ഥികളെ ഏൽപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്കിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം തന്നോട് വഞ്ചന കാട്ടിയതായി കോൺഗ്രസ് നേതാവും UDF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ചെയർമാനുമായ K. ശ്രീധരൻ മാസ്റ്റർ മറ്റൊരു സഹകരണ സ്ഥാപനത്തിന്റെ പ്രസിഡന്റാണെന്ന് പ്രചരിപ്പിച്ചാണ് തന്നെ മത്സരരംഗത്ത് വിമതനാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന് ലഭിച്ച 4 സീറ്റിൽ 1 പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ബാക്കിയുള്ള 3-ൽ ഓരോ വില്ലേജിൽ നിന്നും പാർട്ട് 1-ൽ പെടുന്ന സ്ഥാനാർത്ഥികളെയും കോൺഗ്രസിന്റെ സബ് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. അത് പ്രകാരം തെക്കേ തൃക്കരിപ്പൂർ വില്ലേജിൽ നിന്നും തന്റെ പേര് നിർദ്ദേശിച്ചു. കോൺഗ്രസും മുസ്ലിം ലീഗും RJDയും ഉൾപ്പെടുന്ന സഹകരണ മുന്നണി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തെങ്കിലും പിന്നീടാണ് തീരുമാനങ്ങൾ മാറ്റിമറിക്കപ്പെട്ടതെന്ന് ശ്രീധരൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. നോമിനേഷൻ സമർപ്പിക്കുമ്പോഴും പിൻവലിക്കാനുള്ള അവസാന സമയത്തിന് 1 മണിക്കൂർ മുമ്പും തന്നെ മാറ്റി ഡമ്മിയായി കൊടുത്ത വടക്കേ തൃക്കരിപ്പൂർ വില്ലേജിൽപ്പെടുന്ന വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുമെന്ന് എന്നെ ഔദ്യോഗികമായി അറിയിച്ചില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ഔദ്യോഗികമായി പാർട്ടി മുന്നണിയും തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥിയാണെന്ന് ഒന്നും സന്ദേഹപ്പെടേണ്ട കാര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഏകദേശം വീട്ടിലെത്തിയ ഒരു 4:30 ശേഷം ഈ പറഞ്ഞ എന്നെ നാമനിർദ്ദേശം ചെയ്ത വ്യക്തിയും മറ്റൊരു മണ്ഡല കോൺഗ്രസ് ഭാരവാഹി വീട്ടിലേക്ക് കടന്നു വരികയും ഒരു കടലാസ് ഞാൻ അതിനു മുമ്പ് തന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന് പിൻവലിക്കാനുള്ള 2 കടലാസ് ബ്ലാക്ക് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തായിരുന്നു. ഒരു പേപ്പറും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു. സ്വാഭാവികമായും ഈ വിമതനായി മത്സരിക്കുന്ന ആളെ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു വികാരം എനിക്കുണ്ടായി. ഞാൻ ആ പേപ്പർ എൻ്റെ കയ്യിൽ ചാടി. അതോടുകൂടി അവർ മടങ്ങി. പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഞാൻ വിമത സ്ഥാനാർത്ഥിയായി എന്നാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. കാസർഗോഡ് DCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ തൃക്കരിപ്പൂർ മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികൾ ഡിസംബർ 16-ന് ശേഷം ഇന്നുവരെ ചേർന്നതായി തനിക്കറിയില്ലെന്നും K. ശ്രീധരൻ മാസ്റ്റർ പറഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുത്തിട്ടില്ലെന്നും എന്നാൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വേതന വർധനവ് ആവശ്യപ്പെട്ട് ഏഴിമല നേവൽ അക്കാദമിയിലെ തൊഴിലാളികൾ നടത്തി വന്ന സമരം അവസാനിപ്പിച്ചു. യൂണിയൻ പ്രതിനിധികളും വിവിധ കരാറുകാരും ചേർന്ന് നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം ഒത്തുതീർപ്പായത്. 400ഓളം വരുന്ന തൊഴിലാളികൾ വേതന വർധനവ് ആവശ്യപ്പെട്ട് കഴിഞ്ഞ 8 ദിവസമായി അനിശ്ചിതകാല പണിമുടക്ക് സമരം നടത്തിവരികയാണ്. യൂണിയൻ പ്രതിനിധികളും വിവിധ കരാറുകാരും നേരിട്ട് നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനമായത്. നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മൊത്തം വേതനത്തിൽ ദിവസം 25 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. യൂണിയനെ പ്രതിനിധീകരിച്ച് PV കുഞ്ഞപ്പൻ, അഡ്വക്കേറ്റ് P. സന്തോഷ്, K. വിജീഷ്, OK. ശശിധരൻ, K. രാഘവൻ, T. ഗോവിന്ദൻ, KPV രാഘവൻ, V. പ്രമോദ് എന്നിവരും കോൺട്രാക്ടർമാരെ പ്രതിനിധീകരിച്ച് KP ദിവാകരൻ, രാജ അറുമുഖം എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. സമരം ഒത്തുതീർപ്പായതിനെ തുടർന്ന് പണിമുടക്കിയ തൊഴിലാളികൾ നേവൽ ഗേറ്റ് കേന്ദ്രീകരിച്ച് വിജയാഹ്ലാദ പ്രകടനം നടത്തി. തുടർന്ന് രാമന്തളി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ചേർന്ന പൊതുയോഗത്തിൽ CITU ജില്ലാ പ്രസിഡന്റ് C. കൃഷ്ണൻ, സെക്രട്ടറി PV കുഞ്ഞപ്പൻ, OK. ശശിധരൻ, KPV രാഘവൻ, T. ഗോവിന്ദൻ, V. പ്രമോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കായിക രംഗത്ത് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നേട്ടങ്ങൾ കൊയ്ത തൃക്കരിപ്പൂരിലെ VS അനുപ്രിയയ്ക്ക് നാട് നൽകിയത് 5 ലക്ഷം രൂപയുടെ പുരസ്കാരം. ഇളമ്പച്ചിയിൽ നടന്ന ചടങ്ങിൽ M. രാജഗോപാലൻ MLA പുരസ്കാര വിതരണം നടത്തി.
അനുപ്രിയയ്ക്ക് കായിക രംഗത്ത് മികവാർന്ന പ്രകടനം നടത്തുന്നതിന് പ്രോത്സാഹനം നൽകാനായി രൂപീകരിച്ച അനുപ്രിയ സ്പോൺസറിംഗ് കമ്മിറ്റി സ്വരൂപിച്ച 5 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്ന ദേശത്തിന്റെ പുരസ്കാരമാണ് സമ്മാനിച്ചത്. ചടങ്ങിൽ എം രാജഗോപാലൻ MLA പുരസ്കാര വിതരണം നടത്തി. നല്ല രീതിയിൽ തന്നെ സ്പോർട്സ് പ്രേമികളായിട്ടുള്ള ക്രിക്കറ്റ് കൂരുകാർ ദൈനംദിന പരിശീലനം വർക്കൗട്ട് ചെയ്യുന്നതിനടക്കമുള്ള സൗകര്യങ്ങൾ നൽകാനും ഒരു ചെറിയ സ്കോളർഷിപ്പ് അടക്കം നൽകി പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഇവിടുത്തെ സ്പോർട്സ് പ്രേമികളുടെ സന്നദ്ധതയ്ക്കും സന്മനസ്സിനും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതിൻ്റെ ഒരു സഹായ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ആ യോഗത്തിന് ഞാനുണ്ടായിരുന്നു തോന്നുന്നു, നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ യോഗത്തിൽ തന്നെ ആ യോഗം തന്നെ വളരെ ആവേശത്തോടെയാണ് ഈ ഒരു കാര്യം ഏറ്റെടുത്തത്. ചടങ്ങിൽ അനുപ്രിയയുടെ പരിശീലകനായ ചെറുവത്തൂരിലെ KC ഗിരീഷിനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ആദരിച്ചു. അടുത്ത ഒരു വർഷത്തേക്ക് അനുപ്രിയയ്ക്ക് ഇളമ്പച്ചി ഫായിക്ക ഇൻഡോർ അക്കാദമി ഏർപ്പെടുത്തിയ പ്രതിമാസ സ്കോളർഷിപ്പിന്റെയും ഫിറ്റ്നസ് ട്രെയിനിങ്ങിനുള്ള സൗജന്യ അംഗത്വ വിതരണവും അമീർലി തലച്ചാലം നിർവഹിച്ചു. ചടങ്ങിൽ സ്പോൺസറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ VPP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. P പ്രസാദ് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. 9ാമത് ക്രൈസ്റ്റ് ട്രോഫിക്കായുള്ള അഖില കേരള ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ജനുവരി 5-6 തീയതികളിൽ കാഞ്ഞങ്ങാട് CMI പബ്ലിക് സ്കൂളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 9ാമത് ക്രൈസ്റ്റ് ട്രോഫിക്കായുള്ള അഖില കേരള ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ജനുവരി 5-6 തീയതികളിൽ കാഞ്ഞങ്ങാട് CMI പബ്ലിക് സ്കൂളിൽ നടക്കും. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 16 പുരുഷ വനിതാ ടീമുകൾ പങ്കെടുക്കും. 6-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് കൈനിക്കര ഉദ്ഘാടനം ചെയ്യും. ജനുവരി 6-ന് നടക്കുന്ന സമാപന സമ്മേളനം സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജോർജ് പുഞ്ചയിൽ, ബിജോ തോമസ്, MK ശരത്, CV പവിത്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KRDSA ജില്ലാ സമ്മേളനം നടന്നു. പ്രശസ്ത സാഹിത്യകാരൻ PB ഷാജികുമാർ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതീയമായ വേർതിരിവുകൾ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചിട്ടുള്ളത് സ്ത്രീ സമൂഹത്തെയാണെന്ന് PB ഷാജികുമാർ അഭിപ്രായപ്പെട്ടു. ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിൽ എറിയേണ്ട മൂല്യങ്ങൾ തിരിച്ചുവരാൻ ശ്രമിക്കുന്ന കാലത്ത് സാംസ്കാരിക പ്രവർത്തനം അതിനെതിരായ പ്രതിരോധമാകണമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. KRDSA ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എഴുത്തുകാരനും കവിയുമായ പ്രസാദ് കരുവളം അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന പ്രസിഡന്റ് G ജയകുമാർ, ജോയിന്റ് കൌൺസിൽ വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി MM നജീം, ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി ബിജുരാജ് CK, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം G സുരേഷ് ബാബു, സജിത K എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് സമാപനം. പ്രതിനിധി സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി CP ബാബു ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 7, 8, 9 തീയതികളിൽ കൊല്ലത്ത് നടക്കുന്ന 34ാം സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് കാസർഗോഡ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ പ്രതിനിധി സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി CP ബാബു ഉദ്ഘാടനം ചെയ്തു. ഒരു ഗവൺമെന്റിന്റെ നയങ്ങൾ, പരിപാടികൾ ക്രിയാത്മകമായി നടപ്പിലാക്കുന്നവരാണ് സർക്കാർ ജീവനക്കാർ, പ്രത്യേകിച്ച് റവന്യൂ ജീവനക്കാർ. റവന്യൂ വകുപ്പിനെ എല്ലാ വകുപ്പുകളുടെയും മാതാവിൽ നിന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇവിടെ സൂചിപ്പിച്ചു, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എല്ലാ വകുപ്പുകളെയും സംയോജിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒരു വകുപ്പാണ് റവന്യൂ വകുപ്പ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവർക്ക് താങ്ങായി തണലായി മാറേണ്ടവരാണ് പ്രത്യേകിച്ച് റവന്യൂ ജീവനക്കാർ എന്ന കർത്തവ്യം. അതിന് തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകും. പ്രത്യേകിച്ച് റവന്യൂ കൗൺസിലിന്റെ അംഗങ്ങൾക്കെല്ലാം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ജില്ലാ പ്രസിഡന്റ് M വിനോജ് അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ കരുണാകരൻ കുന്നത്ത് സ്വാഗതം പറഞ്ഞു. KRDSA ജനറൽ സെക്രട്ടറി MM നജീം സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KRDSA സെക്രട്ടേറിയറ്റ് അംഗം P ഷാനവാസ്, ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി CK ബിജുരാജ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി റിജേഷ് T പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ മോഹനൻ N വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. തുടർന്ന് യാത്രയയപ്പ് സമ്മേളനവും നടത്തി. M വിശ്വംഭരൻ ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു.
ശേഷം പുതിയ ഭാരവാഹികളെയും കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ അസോസിയേഷൻ 39ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. ജില്ലാ കൗൺസിൽ യോഗം ചേർന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 39ാം ജില്ലാ സമ്മേളനത്തിന് പ്രൗഢഗംഭീരമായ തുടക്കം. ജില്ലാ പ്രസിഡന്റ് PC സുരേന്ദ്രൻ നായർ പതാക ഉയർത്തി. തുടർന്ന് നടന്ന നിലവിലെ ജില്ലാ കൗൺസിൽ യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പലേരി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ബാബു മണിയങ്ങാനം സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് PC സുരേന്ദ്രൻ നായർ അധ്യക്ഷനായി. സെക്രട്ടറി MK ദിവാകരൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ KP മുരളീധരൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന ജില്ലാ നേതാക്കളായ KK വർഗീസ്, PM അബ്രഹാം, P ദാമോദരൻ നമ്പ്യാർ, MU തോമസ്, ഡോക്ടർ PV പുഷ്പജ, PP ബാലചന്ദ്രൻ ഗുരുക്കൾ, KP ബലരാമൻ നായർ, KV രാജേന്ദ്രൻ, KV കുഞ്ഞികൃഷ്ണൻ, KK രാജഗോപാലൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. M കുഞ്ഞാമിന നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് നഗരമധ്യത്തിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതിനെ തുടർന്ന് യാത്രക്കാരുൾപ്പെടെ ദുരിതത്തിൽ. നടപടി ആവശ്യപ്പെട്ട് BJP നഗരസഭാ കൗൺസിലർമാർ ധർണാ സമരം നടത്തി. കാഞ്ഞങ്ങാട്ടെ DYFI പ്രതീകാത്മക വായനശാലയിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു. നഗരസഭ നടപടി സ്വീകരിച്ചില്ലെന്നാരോപിച്ച് സമീപത്തായി ഷെഡ് സ്ഥാപിച്ച് യൂത്ത് കോൺഗ്രസ്. നഴ്സുമാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്ന ആവശ്യം. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100ാം വാർഷിക മഹാസമ്മേളനം. ചെർക്കളയിൽ ആശയ വിശദീകരണ സമ്മേളനം നടത്തും. ക്രൈസ്റ്റ് ട്രോഫിക്കായുള്ള അഖില കേരള ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ജനുവരി 5, 6 തീയതികളിൽ കാഞ്ഞങ്ങാട്ട്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. KRDSA ജില്ലാ സമ്മേളനം നടന്നു. പ്രശസ്ത സാഹിത്യകാരൻ PV ഷാജികുമാർ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.